സുധിയുടെ പേൻ വിഷയം ലാലേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ പറയുമോ, അതോ അത് പറയാതെ അങ്ങ് വിടുമോ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക ജിസേലു നമ്മുടെ അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയുമോ? എന്തൊക്കെയായിരിക്കും ഇന്ന് ലാലേട്ടൻ എപ്പിസോഡിൽ പറയാൻ സാധ്യത? ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതൊരു എപ്പിസോഡല്ല, ലൈവിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ തന്നെ അവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് കിട്ടിയില്ല. ഇന്ന് എല്ലാവരും ലേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇന്ന് അവർക്ക് ഫ്രീ ഡേ ആണല്ലോ, ഇന്ന് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒരു 10 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. അതിനുശേഷം ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. എന്തായാലും അനുമോട് പറഞ്ഞു എനിക്ക് ഉണ്ടാക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്തായാലും ഫുഡ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ, കാരണം ഇപ്പം മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ നേരം ഇവർ വെയിറ്റ് ചെയ്തു. യാതൊരു തരത്തിലുള്ള റെസ്പോൺസ് നമ്മുടെ ബിഗ് ബോസ് ചെയ്യാത്തത് കൊണ്ട് എന്താണ് അവർ ചെയ്തത്? പിന്നെ ഇവർ അയച്ചു നൂഡിൽസ്, അതാകുമ്പോൾ ഏറ്റവും എളുപ്പമല്ലേ. അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ കാണിച്ച് വെള്ളത്തിലിട്ട് ആദ്യം വേവിച്ച് മാറ്റുന്ന എന്തെന്താ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്തിപ്പോൾ നൂഡിൽസ് കൊടുത്തേന്നുള്ളത് കാണിച്ചില്ലെന്ന്. അപ്പം സാധാരണ നൂഡിൽസ് കൊടുത്ത് മസാല ഇടുമായിരിക്കും. അപ്പോൾ എന്തായാലും നൂഡിൽസൊക്കെ എല്ലാവരും ഉണ്ടാക്കി ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങിയ സമയത്തും അതിന് മുമ്പ് തന്നെ എന്താ പറയുക ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കാര്യങ്ങൾ, പിന്നെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആരും വീണ്ടും എടുത്തിട്ടില്ല. പിന്നെ അവർ തമ്മിൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരായിരിക്കും ഔട്ടാവുന്നത്, അല്ലെങ്കിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇന്നാണല്ലോ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആരായിരിക്കും ഔട്ടാവുന്നത്, ആര് പോകാൻ സാധ്യത, അപ്പോൾ ഒരിക്കലും അപ്പാനും അക്ബറും പോവില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അതേണക്ക് നമ്മുടെ സരിക ഈ ഔട്ടാവുന്ന വല്ല നോമിനേഷൻ്റെ ആരെങ്കിലും പുറത്തു പോകുന്ന കാര്യം പറയുമ്പോൾ സരിക കരയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ഇരുന്ന് കാര്യം പറയുമായിരുന്നു. എന്തായാലും നൂഡിൽസ് തിന്നുന്ന സമയം നൂഡിൽസ് എല്ലാവരും കുറേശ്ശെ തിന്ന് തുടങ്ങി. ചില ആൾക്കാർ തിന്നിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചു. ആര്യൻ ഓടിപ്പോയി നോക്കിയപ്പോൾ എന്താണ് ചിക്കൻ ടിക്ക. അപ്പോൾ അടിപൊളി. ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം അപ്പം നമ്മുടെ ശൈത്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് രേണു ഒക്കെ കഴിച്ച് കഴിഞ്ഞു. രേണു ആണ് ഏറ്റവും ഫ്രണ്ടിൽ. എനിക്ക് എപ്പോഴും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ കാണാറുണ്ട് കേട്ടോ, രേണു ആദ്യം വന്ന് കിച്ചണിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആദ്യം തന്നെ വന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ്. എനിക്ക് കിട്ടത്തില്ലെന്ന് വിചാരിച്ചല്ലോ ആയിരിക്കും. എന്തായാലും ഫുഡ് ആദ്യം വന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് രേണു സുധി. അപ്പോൾ എന്തായാലും രേണു കഴിച്ചാൻ തോന്നി. എന്തായാലും ചിക്കൻ ടിക്ക ഒന്ന് എല്ലാവരും ഹാപ്പിയായി. എന്തായാലും ചിക്കൻ ടിക്കായും സാലഡും അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അവരൊക്കെ അത് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പാട്ട്, അക്ബർ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റ് സ്കിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പാട്ട് ചെയ്യാൻ നിങ്ങൾ 24 hours എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്ന കാര്യം മാത്രം ചെയ്യുന്നത്? അത് മാത്രമല്ല കണ്ടന്റ്, എന്തോ ഒരു അടിപൊളി പാട്ടാണെന്നറിയോ. അപ്പോൾ നമ്മുടെ അക്ബർ ഖാൻ അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന കുറേ പേരൊക്കെ നാല് ചുറ്റും നിന്ന് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ പാട്ടുണ്ടാക്കാം, നിങ്ങൾക്ക് സ്കിറ്റ് ഉണ്ടാക്കാം, എന്തൊക്കെ കോമഡി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ സൊസൈറ്റിക്ക് കൺവേ ചെയ്യാവുന്ന ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ എല്ലാവരോടും എന്തായാലും ഗ്രൂപ്പാണല്ലോ, നിങ്ങൾ ഗ്രൂപ്പുകളാണല്ലോ. ഈ ഗ്രൂപ്പ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ നല്ല ഒരു ബൂസ്റ്റിംഗ് ആവും. അത് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ആ ഗ്രൂപ്പ് അവിടെ നിൽക്കട്ടെ, അവരൊരു കോംബോ സെറ്റായിട്ട് അവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് ഒരുമാതിരി നുണയും കൊതിയും പറഞ്ഞ് കുറച്ച് ആൾക്കാരെ കൂടെ നിർത്തിയിട്ട് നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള അടവ് മാത്രമാണ്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാവില്ല. കാരണം നോമിനേഷനിൽ വരണം. നോമിനേഷനിൽ വന്നില്ലെങ്കിൽ അത് സേഫ് ഗെയിമേഴ്സ് ആയിട്ട് നോമിനേഷനിൽ വരാനുള്ള ട്രിക്ക് കാണിക്കാതിരിക്കുക. അത് എപ്പോഴും അതങ്ങ് വിജയിക്കത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പാട്ട് കാര്യങ്ങൾ ഇന്നെന്തായാലും ഫ്രീ ഡേ അവർ കുറച്ച് ആ പാട്ടൊക്കെ പാടി അക്ബറിനെ കൊണ്ട് പാട്ടൊക്കെ പാടി. പിന്നെ അക്ബറിൻ്റെ കല്യാണം ജനുവരിയിലാണ് കല്യാണം. അപ്പോൾ ഡേറ്റ് നിശ്ചയിക്കുന്നത് ഞാൻ അവിടെ അല്ലല്ലോ ഇവിടെയാണല്ലോ. അപ്പോൾ അവരങ്ങ് നിശ്ചയിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നെ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് നമ്മുടെ ശൈത്യയും ആരാണ് ആദില നൂറയിലെ ആദിലയും തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷനാണ്. ശൈത്യയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. വീട് വെച്ച കാര്യവും കാറ് വെച്ചിട്ട് കഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ ബാലൻസ് പത്രം അന്ന് ലൈഫ് സ്റ്റോറി പറഞ്ഞില്ല, അപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ പറയുന്നു. ഒരു കൂട്ടുകാരി UK അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ വീട് വെച്ച കാര്യവും അതൊക്കെ പറയുന്നു. പിന്നെ ആദില പറയുന്നു, ആദിലയെ നമ്മൾ സഹായിക്കാൻ, ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ളതെന്ന പോലെ പിന്നെ ആക്സിഡൻറ്റ് പറ്റിയപ്പം സഹായിച്ചത് കാർ ഇടാനായിട്ട് സ്ഥലം കൊടുത്ത ഒരു ആൻറ്റിയുടെ മകനാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു മകനെ വിടാം, വെറുതെ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് അങ്ങനെ അവർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ കാര്യം അതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു. പിന്നെ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞു. യൂട്യൂബിൽ എത്രയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലൂടെ
പറയുന്നു 2 lakhs ഉണ്ട്, 2 lakhs പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ മറ്റേ കൊച്ചിന് എന്തോ യൂട്യൂബിന് എന്തോ പറ്റി, എനിക്കത് അതങ്ങോട്ട് ക്ലിയർ ആയില്ല. യൂട്യൂബിന് എന്തോ പറ്റി 2 months കഴിഞ്ഞിട്ട് അത് ചെയ്യാമല്ലോ, അത് ചെയ്തു, വീണ്ടും അവർ കളഞ്ഞു, വീണ്ടും നോക്കി, എന്നിട്ടും പിന്നെ പറ്റിയില്ല, പിന്നെന്തോ അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ ആരും അതിനെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു ഒരു കോൺവേഴ്സേഷന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതൊന്നുമല്ല. ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രേണു സുധിയുടെ പെയിൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമോ? മിക്കവാറും ലാലേട്ടൻ അത് സംസാരിക്കാൻ സാധ്യതയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ, കംപ്ലീറ്റ് ആക്ടർ എന്നല്ല അദ്ദേഹത്തിനെ പറയാം. അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയ ഒരു താര പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഈ ഒരു സ്ത്രീയുടെ തലയിൽ പേൻ പുഴുത്ത കാര്യവും അതൊക്കെ എങ്ങനെ പറയും? എനിക്ക് ഒരിക്കലും അത് പറയുമെന്ന് തോന്നുന്നില്ല കേട്ടോ. പല ആൾക്കാർ കമൻസ് ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പേൻ പുഴുപ്പിയുടെ കാര്യം ചോദിക്കുന്നൊക്കെ. പെയിൻ എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടാവും, കുറച്ച് കുടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് എണ്ണമയം വെച്ചിട്ട് വിയർത്താലോ ഒക്കെ പെയിൻ ഉണ്ടാവും. പിന്നെ അത് വൃത്തിയാക്കണമായിരുന്നു, അത് വളരെ തെറ്റാണ് ചെയ്തത്. വൃത്തിയാക്കി നമ്മൾ ഇത്രയും വലിയൊരു ഷോയിലാണ് പോണത്, ഒരുപാട് ആൾക്കാരോട് സഹവസിക്കേണ്ടതാണ്, ഇത്രയും പെയിനും ഒക്കെ ആയിട്ട് പോകരുത്. അവിടെ ചെന്നുണ്ടായത് പോലെയാണ് രേണു സുധി പറയുന്നത്. പക്ഷേ അല്ല, പുള്ളിക്കാരിയുടെ തലയിൽ ഇഷ്ടമാതിരി പെയിൻ തന്നെ ഉണ്ടായിരുന്നു. അത് 1 മാസം മുമ്പേ മുടി വെച്ചു. അപ്പം ഇവിടുന്ന് ഈ ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ മുടി വെച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിരുന്നു. ഞാനത് അന്വേഷിച്ചു കേട്ടോ. ഇങ്ങനെ പെയിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പിന്നെ പെയിന് വേണ്ടിയിട്ടുള്ള ഈ മെഡിക്കേറ്റഡ് ഷാംപൂസ് ഒരുപാടുണ്ട് കേട്ടോ, പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 3 തവണയൊക്കെ തല നല്ല വൃത്തിക്ക് കഴുകി കളഞ്ഞാൽ തന്നെ പെയിൻ മുഴുവൻ ചത്തുപോകുമെന്നാണ് പറയുന്നത്. അത് പിന്നെ അല്ലാണ്ട് തന്നെ നമ്മൾ പെയിനിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നാട്ടുവൈദ്യമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സ് ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ആയുർവേദവും നമ്മുടെ അലോപ്പതി അപ്പു ആണെങ്കിൽ MBBS 3rd year സ്റ്റുഡൻറ്റുമാണ്. അപ്പം ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അലോപ്പതി, മോഡേൺ മെഡിസിനിലും നല്ല മരുന്നുണ്ട്. ആയുർവേദത്തിലാണെങ്കിൽ തുളസി ഇല, നമ്മുടെ എന്താ പറയുക വേപ്പ്, ഇതെല്ലാം കൂടി അരച്ച് നന്നായിട്ട് പിന്നെ ചെമ്പരത്തി ഇലയും എല്ലാം കൂടി വെച്ചിട്ട് അരച്ചിട്ട് താളി പോലെ തലയിൽ തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് 2-3 തവണ അത് കുളിച്ചിട്ട് തലമുടി വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇങ്ങനെ അലമ്പുക മീൻസ് സോറി നിങ്ങൾക്ക് വാക്ക് മനസ്സിലാവത്തില്ല, ഇങ്ങനെ ഇതാവത്തില്ലേ, ഈ ബേസിൻ്റെ ഇതിൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന്, എനിക്കത് എൻ്റെ മലയാളം കറക്റ്റായി കിട്ടുന്നില്ല. നമ്മളിവിടെയൊക്കെ പറഞ്ഞ അലമ്പി കഴുകുക എന്ന് കേട്ടോ. നമ്മളൊക്കെ പറയുന്നത് ഇങ്ങനെ അലമ്പി കഴുകുക, മുടി ഇങ്ങനെ ഇട്ടിട്ട് അലമ്പി കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴേ ആ ഇലയും സാധനങ്ങളൊക്കെ പോയാണെങ്കിൽ അരിച്ചെടുക്കാം. അത് നല്ലതാണ്. തുളസി ഇലയും ആര്യവേപ്പൊക്കെ തേക്കുമ്പോൾ അത് പെയിനിന് അത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ പെയിൻ പെട്ടെന്ന് ചത്തുപോവുകയോ അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് ജീവനോടെ വെള്ളത്തിലേക്ക് ഇങ്ങ് പോരുമെന്നാണ് പറയണത്. അപ്പം അത് എടുത്തുകൊണ്ടൊന്ന് ക്ലോസറ്റിൽ എവിടെയെങ്കിലും കളഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. നമുക്ക് എത്ര നാട്ടുവൈദ്യം എന്തായാലും മാതാപിതാക്കൾക്ക് നാട്ടുവൈദ്യം അറിയാതിരിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ലാലേട്ടൻ ഈ പേൻ പുഴുത്തതിൻ്റെ കാര്യമോ ഇത് അനിമോള് പറഞ്ഞ കാര്യമോ ചോദിക്കാനുള്ള സാധ്യതയില്ല. ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഇതാണ്, ഹൈജീൻ്റെ കാര്യം പറഞ്ഞതിൽ പിന്നെ ഹൈജീൻ എന്ന് പറയുന്ന ബിഗ് ബോസ് തരുന്ന ടാസ്ക് അല്ലേ. അപ്പോൾ ഹൈജീൻ്റെ കാര്യം പറഞ്ഞാൽ ആരാണ് ഏറ്റവും കൂടുതൽ ഹൈജീൻ, ഏറ്റവും കുറഞ്ഞ ഹൈജീൻ, ആർക്കാണ് അവാർഡ് കിട്ടിയത്, അല്ലെങ്കിൽ ആരെയാണ് സെലക്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമായിരിക്കും. അല്ലാണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ഇതൊരു വേറൊരു തലത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ലാലേട്ടൻ ശ്രമിക്കും. കാരണം ലാലേട്ടനെ പോലുള്ള ഇത്രയും വലിയ ഒരാളിനെ കൊണ്ട് ഒരിക്കലും ബിഗ് ബോസ് എത്ര സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് അത് ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പം കമൻസ് ഒക്കെ അയച്ചവർക്ക് മറുപടി ആയല്ലോ. അപ്പോൾ പിന്നെ സാധ്യത ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. ഈ പേൻ കൊടുത്തതിനെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യത എന്തായാലും ഞാൻ കാണുന്നില്ല. പിന്നെ ഈ ഹൈജീൻ്റെ കാര്യം ചോദിക്കും. ഏറ്റവും വൃത്തിയുള്ള ആളിനെ തിരഞ്ഞെടുത്തതും ഏറ്റവും വൃത്തി കുറഞ്ഞ ആൾക്കാരെ തിരഞ്ഞെടുത്തതും. പിന്നെ അടുത്തതായിട്ട് പിന്നെ ലാലേട്ടൻ ഇതിനകത്ത് ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചണിൻ്റെ കാര്യം ഉറപ്പായിട്ടും ചോദിക്കും. ഈ കിച്ചണിനകത്തുള്ള അലമ്പുണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്ന ഫുഡ്, കൃത്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കാത്ത രീതിയിൽ ചുമ്മാ കിടന്ന് കിച്ചനെ വഴക്ക്. പിന്നെ കിച്ചൻ്റെ ഫുഡ് ഒരുപാട് ലേറ്റ് ആവുന്നു. കാരണം ഇവർ കോർഡിനേഷൻ, കിച്ചൻ്റെ ഒരു ടീമിൻ്റെ കോർഡിനേഷൻ്റെ ഒരു കുറവ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അനുമോൾ നന്നായിട്ട് കിച്ചൺ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നതാണ്. പിന്നെ അപ്പാനിയൊക്കെ എപ്പോഴും പോയിരുന്ന കാര്യം പറയുകയാണ്. അതിനകത്ത് ഒരുവിധമൊക്കെ നന്നായിട്ട് കിച്ചൺ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത് അനിമോൾ നന്നായിട്ട് ഫസ്റ്റ് നമ്പർ 1 അനിമോളാണ്. പിന്നെ ശൈത്യ ചെയ്യുന്നുണ്ട്, പിന്നെ ശാരിക ചെയ്യുന്നുണ്ട്, പിന്നെ അധികം ആരെയും അവിടെ, പിന്നെ ആദില ചെയ്യുന്നില്ല, നൂറ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾ ചെയ്താൽ മതിയല്ലോ. അവരെ സംബന്ധിച്ച് ഒറ്റ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് ആദില നൂറ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. അപ്പം നൂറ മിക്കവാറും കിച്ചണിലുണ്ട് കേട്ടോ. നൂറ എനിക്ക് തോന്നുന്നു ഇവരുടെ ആ ഒരു കോംബോ എന്ന് പറയുന്നത്, കോംബോ അല്ല, അവർ കപ്പിൾസാണ്. അപ്പം കപ്പിൾസിൽ നൂറയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പക്ഷേ സ്ട്രോങ് ആയിട്ടും
കുറച്ചും മെച്യൂർഡായിട്ടും പെരുമാറുന്നത് ആദിലയാണ് സംസാരത്തിലൊക്കെ. നൂറ് കുറച്ചും കൂടി പതുങ്ങിയാണ് സംസാരിക്കുന്നത്. അപ്പം ഫ്യൂച്ചർ വൈഫ് എന്ന് പറയുകയും ചെയ്തല്ലോ. അപ്പോൾ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലായിരിക്കും മേ ബി, എന്തെങ്കിലും ആവട്ടെ അവർ. പക്ഷെ അവർ നല്ല ഭംഗിയായിട്ട് നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. അവരുടെ നല്ല ക്യാരക്ടറുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അവരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ബിഗ് ബോസിൽ പോണവരെ എനിക്ക് അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു ലൈക്ക് കൊടുക്കുക അങ്ങനെ ചെയ്തില്ല. ജസ്റ്റ് അവരെ കണ്ടിട്ട് പോകും. പിന്നെ ഈ കമൻറ്റ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ആണ് അവർ വരുന്നത്. ആ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും അവർ ഒരിക്കലും ശ്രദ്ധിക്കാറ്. ഞാനിത് കണ്ടൊരു ദിവസം രേണു സുധിയുടെ ഒരു ഷോർട്ട് വീഡിയോ അവരിട്ട് അവർ രേണുവിനെ ഇങ്ങനെ പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് ഭർത്താവ് മരിച്ച വർഷത്തെ 2ാമത്തെ വർഷത്തെ ആണ്ട് പൂജ നടത്തിയ സമയത്ത് പിന്നെ ഡാൻസ് കളിക്കാൻ ഒരുത്തന്നെ വീട്ടിൽ കയറി ഡാൻസ് കളിക്കാൻ സമ്മതിച്ചതും അപ്പോൾ രേണു അതിൽ നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്നതും ഒരുമാതിരി കല്യാണ വീട് പോലെ ആക്കി കളഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആദില വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതലും അതിലിടെ. പിന്നെ ഞാൻ പോയിട്ട് നോക്കിയപ്പോൾ അതിൽ അവരുടെ ഒരുങ്ങുന്നതും അവരുടെ ഈ ഒരു ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. ബ്യൂട്ടി പാർലറിൽ പോണതും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും അവരെവിടെയൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അവർ ഭയങ്കര അടിച്ചുപൊളിയായിട്ട് അവരുടേതായിട്ടുള്ള ഇഷ്ടമനുസരിച്ച് അവർ ജീവിച്ചോട്ടെ. നാളെ നമ്മൾ ജീവിക്കുന്ന ഒരു ഉറപ്പില്ലാത്ത ഈ ലോകത്ത് ഉള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കാം. നമുക്കൊന്നും പറ്റാത്ത അതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ബിസി ആയിട്ട് ഓടുവാണ് ലൈഫിൽ. പിന്നെ ഒരു 3 മണിക്കൂർ മാക്സിമം എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞില്ല ആകാശഗോളത്തിലേക്ക് പോയിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെക്കുന്നത്. അല്ല കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ടല്ല. ഈ ആകാശഗോളത്തിലേക്ക് പോയ കണ്ണാടിയൊക്കെ പ്രത്യേകിച്ചും ഈ നമ്മൾക്ക് ഉറക്കക്ഷീണം കൂടി വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കണ്ണടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ണാടിയൊക്കെ വെക്കുമ്പോൾ കണ്ണാടി മുഖത്തിരിക്കും എന്നുള്ളൊരു ധാരണയിലെങ്കിലും കണ്ണ് തുറക്കുമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും ഉറക്കം തൂങ്ങി നടക്കുന്ന ഒരവസ്ഥയായി. കാരണം ഉറക്കം കുറവാണ്. ഒന്നാമത്തെ കാര്യം ബിഗ് ബോസും കൂടി വന്നപ്പോഴത്തേക്കും നമുക്ക് ലൈവ് കാണണമല്ലോ. മറ്റേത് രാവിലെ പണികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ പോണ തിരക്കിൽ നമ്മളൊരു 4 മണിയോ അല്ലെങ്കിൽ 3 മണി ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വരാം. വന്നിട്ട് നമുക്ക് പിന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാനേ പറ്റണില്ല. രാത്രിയും ഉറങ്ങാൻ പറ്റണില്ല, പകലും ഉറങ്ങാൻ പറ്റണില്ല. 12:30 1 മണിയാകുമ്പോൾ ഉറങ്ങിയാൽ തന്നെ 4 മണിക്കൂർ കിട്ടുന്നു. 3 മണിക്കൂറൊക്കെ ഉറങ്ങിയാലായി. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഭയങ്കരം. പിന്നെ ഈവനിങ് ഇപ്പോൾ ഡ്രാമ തുടങ്ങിയതുകൊണ്ട് 9:30 വരെയും റിഹേഴ്സലാണ്. റിഹേഴ്സലിൽ അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമോ ഞാനിങ്ങനെ ഫോണിനകത്ത് ഹോട്ട്സ്റ്റാർ ഇട്ടേക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ കേൾക്കും. അപ്പം എൻ്റെ ഡയലോഗ് വരുമ്പോഴാണ് ഞാനത് മാറ്റിയിട്ട് ഓടിപ്പോയിട്ട് ഡയലോഗ് പറയുന്നത്. എൻ്റെ ദൈവമേ, അങ്ങനെ ഞാൻ എൻ്റെ ഉറക്കം ഫുള്ളി പോയി കംപ്ലീറ്റ് ആയിട്ട്. എന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ എനിക്കൊന്ന് ബിഗ് ബോസിലെ പിള്ളേർ വീണ്ടും ഉറങ്ങുന്നു. അപ്പം നമ്മൾ റിവ്യൂ പറയാനും ഇത് കാണാനും പറയാനും ഇരിക്കുന്നതുകൊണ്ട് നമുക്കാണ് ഉറക്കമൊന്നും ഇല്ലാത്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുക കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതെന്തായാലും കിച്ചൻ്റെ കാര്യം ലാലേട്ടൻ ഉറപ്പായിട്ടും പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ എന്ന് പറയുമ്പോൾ എങ്ങനെ സൂക്ഷിക്കണം. പിന്നെ അതുപോലെ ഗ്യാസ് ഒരു ദിവസം കത്തിയിരുന്നു. പിന്നെ അവിടെ ഈ പിന്നെ ഒനിയലും നമ്മുടെ കൊച്ചിൻ്റെ പേര് രണ ഫാത്തിമയും തമ്മിലുള്ള അടി. കാരണം ഒനിയൽ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അതവിടെ പ്രയോഗിച്ചു. അതുപോലെ തന്നെ അഭിലാഷിൻ്റെ വായിൽ നിന്ന് വളരെ തെറിവാക്കുകൾ വന്നു. അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തെറിവാക്കുകളാണ്. അത് പുറത്തേക്ക് അവരെന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും, അവരെന്തായാലും എഡിറ്റിംഗ് ആണ്. പക്ഷേ എന്നാലും എന്തൊരു കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് മാറ്റിയത്. അതിനെക്കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് അഗ്രസീവ് ആവാം. പക്ഷേ അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പട്ടി ഷോ കാണിക്കുമ്പം പ്രേക്ഷകർക്ക് എന്തോ അത് ഇഷ്ടപ്പെടുന്നില്ല. അത് അഭിലാഷിനെ നമുക്ക് അത്രമേന്ദ്രം കുഴപ്പമൊന്നുള്ള ആളായിട്ട് തോന്നില്ല. കുഴപ്പമില്ല. അത് ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, അങ്ങേ വീഡിയോയിലും പറഞ്ഞു, ഫസ്റ്റ് വീക്ക് ഇത്തിരി അഗ്രസീവാണ്, പിന്നീട് ഓക്കെ ആയി. പിന്നെ ആവശ്യത്തിന് പ്രതികരിക്കുന്നു. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇതൊരുമാതിരി ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഒരാളേക്ക് അടിക്കാൻ പോകുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. വളരെ മോശമായ വാക്കും വായിൽ നിന്ന് വീഴുന്നുണ്ട്. അതെനിക്ക് ഒനിയലും നമ്മൾ പെണ്ണായാലും ആണായാലും നമ്മളൊരാളിനെ വിളിക്കുമ്പോൾ എന്താണ് വിളിക്കുന്നത്, വളരെ മോശമായിട്ട് ഒരുപാട് പദപ്രയോഗങ്ങൾ ഞാനതിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് പദപ്രയോഗങ്ങളാണ് പിന്നെ ഒനിയൽ പറഞ്ഞത്. അപ്പോൾ അത് ഒക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തായാലും ലാലേട്ടൻ ഇവിടെ പറയും. പിന്നെ അതെനിക്ക് നമ്മുടെ ജിസേലിൻ്റെ റൂൾ ബ്രേക്ക് ചെയ്യും. ജിസേൽ എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാപ്പിപ്പൊടി മറ്റേത് മറിച്ചത് ഹൗസിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന കാപ്പിപ്പൊടി സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നതാണ് ജിസേലിൻ്റെ പണി. അതും ലാലേട്ടൻ പറയാനുള്ള ഒരു സാധ്യതയുണ്ട്, കാപ്പിപ്പൊടി വിഷയം. പിന്നെ അതുപോലെ ഈ രണ ഫാത്തിമ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും ഇറിറ്റേറ്റ് ചെയ്ത് കിച്ചണിൽ ചെന്ന് കിടന്ന് ഇങ്ങനെ അനുവുമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ആ ഒരു വഴക്കിനെ കുറിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ആകപ്പാടെ ഒരു 1.5 മണിക്കൂർ ആകപ്പാടെ ലാലേട്ടന് കിട്ടുന്നത്. ആ ലാലേട്ടനെ അവർ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് എന്തൊക്കെ പറയാൻ പറ്റും എനിക്കറിയത്തില്ല. എന്തെങ്കിലും അത്രയൊക്കെ. പിന്നെ ഒരുപാട് കണ്ടന്റുകൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവർ പണിപ്പൂര് ടാസ്കിൻ്റെ കാര്യം പറയാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പണിപ്പൂര് ടാസ്കിൻ്റെ കാര്യമാണ്. 3 പേരും കൂടി ഭയങ്കര സംഭവമായിട്ട് ഞങ്ങൾ ഭയങ്കര വീരശൂര പരാക്രമികളാന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇതാ കിടക്കുന്നത്. 3 കൂടി ഇതാ തിരിച്ചു വന്നു.
ഒരാൾക്ക് തലമുട്ട അടിക്കാനായിരുന്നു, ഒരാൾക്ക് ജ്യൂസ് കുടിക്കാനും, ഒരാൾക്ക് മിണ്ടാനായിരുന്നു. പക്ഷേ അനീഷ് മിണ്ടാ ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞിട്ട് അനീഷ് പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്, അപ്പം നമുക്ക് അതൊരു അതിയായ ആഗ്രഹമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അനീഷ് ചെയ്താണോ കറക്റ്റ്? അത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അനീഷ് ചെയ്താണോ കറക്റ്റ്, അതോ പിന്നെ അനീഷ് തെറ്റാണോ ചെയ്തത്? ബിഗ് ബോസ് പറഞ്ഞപ്പോൾ, ടാസ്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അനീഷ് അത് പിന്നെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കാമായിരുന്നോ? ഇതൊക്കെ എനിക്ക് സംശയമാണ്. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അനീഷ് ചെയ്തതാണ് കറക്റ്റ്. കാരണം ഇപ്പോൾ മുതൽ എന്ന് അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഒരു ഹിന്റ്, നമ്മളെപ്പോഴും ഒരു എഴുതി വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് നന്നായിട്ട് അതൊന്ന് വായിച്ചു നോക്കിയാൽ, നന്നായിട്ട് അതൊന്ന് നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പല്ലേ അനീഷ് ചെയ്തതാണ് കറക്റ്റ് എന്നാണ് എൻ്റെ തോന്നൽ, ഇപ്പോഴും തോന്നൽ. ചിലപ്പോൾ അത് മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എപ്പിസോഡ് കഴിയുമ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്കകത്ത് ഉറപ്പായിട്ട് ഞാൻ സോറി പറയും. കാരണം ഞാൻ വെച്ചിട്ടാണ് വീഡിയോ ഇട്ടത്. അനീഷ് പറഞ്ഞതാണ് കറക്റ്റ് എന്നാണ് എൻ്റെ ഈ സെക്കൻഡിലും എപ്പിസോഡ് തുടങ്ങാനായിട്ട്. ഇനി നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ വളരെ കുറച്ച് സമയമുള്ളൂ. ഇപ്പം തന്നെ 3:15 മണിയായി. അപ്പം വൈകുന്നേരം ഒരു 9 മണി, ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എപ്പിസോഡ്. പക്ഷേ ഞാൻ ഇപ്പോഴും സ്റ്റിൽ വിശ്വസിക്കുന്ന അനീഷ് ചെയ്താണ് കറക്റ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ എന്ന് എഴുതത്തില്ല. അപ്പം മറ്റുള്ളവരെ, പക്ഷേ അനീഷിനെ ഇപ്പോഴും ഹൗസിലുള്ളവർ കുറ്റപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടാണ് അനീഷിനെ ജയിൽ നോമിനേഷൻ വരെ കൊടുത്തു. അനീഷ് ചെയ്തത് തെറ്റാണ്, പക്ഷേ അനീഷ് ചെയ്തത് ശരിയായിരിക്കാം എന്ന് വിചാരിക്കുന്ന ശാരികയെ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. എൻ്റെ ആ ഒരു ഗണത്തിൽ പെടുന്നവരവരൊക്കെ. ശൈത്യ അവരെ ഒന്നും അല്ല, പക്ഷേ ശാരികയൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് അനീഷ് ചെയ്തതാണ് കറക്റ്റ് എന്ന്. അപ്പം ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ചോദിക്കും. നമ്മുടെ ആരിൻ്റെ, പിന്നെ ആരിനൊക്കെ വളരെ ജിസേലുമായിട്ടുള്ള ഭയങ്കര ഒരു കോംബോ ഉണ്ട് കേട്ടോ. ലവ് കോംബോ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആരിനും ജിസേലും തമ്മിൽ ഒരു ലവ് കോംബോ അവിടെ സെറ്റ് ആവുന്നുണ്ട്. ഇന്നലെ ശൈത്യ രാത്രിയിലും നമ്മുടെ ജിസേലുമായിട്ട് എന്തോ സംസാരിച്ചിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു, ആണോ ഇല്ല, നമ്മൾ അയലത്തെ പെണ്ണുങ്ങളൊക്കെ ആരെങ്കിലുമായിട്ട് ലൈനുണ്ട്, അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതോടി അയ്യോ സത്യാന്നോടി ആണോ, ഇങ്ങനെ ശൈത്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന് കണ്ട നമ്മൾ ഈ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണം. എന്നെ എല്ലാവരും നീ പെണ്ണല്ലെന്നാണ് പറയണത്, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പിന്നെ ശൈത്യം ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പോൾ എവിടെയോ ഒരു സംതിങ് റോങ്, എന്താ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ജിസേലും ആരിനും ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ? ലവ് ട്രാക്ക് പിടിച്ചാൽ നല്ലതാണ്. കാരണം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ലവ് ട്രാക്ക്. പക്ഷേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടന്നിരുന്ന കാര്യമില്ല. ലവ് ട്രാക്ക് നമ്മുടെ പഴയ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ലവ് ട്രാക്ക് തന്നെ ആയിരുന്നു. ജാസ്മിനെ കുറിച്ച് ഒരു അലിഗേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വെള്ളത്തിൽ കുളിച്ചെന്നോ, എന്തോരുന്നു വെള്ളത്തിൽ കുളിച്ചതല്ല, നീന്തക്കുളത്തിൽ കാലിട്ട് കഴിയുന്നോ. ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ സാക്ഷാൽ യേശുദാസിന് പോലും കയറാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ അങ്ങനെ ഒരു അലിഖിത നിയമങ്ങളുണ്ട്. പിന്നെ ഹൈക്കോടതിയും പറഞ്ഞു നമ്മൾ ഒരു കസ്റ്റം, ഒരു ആചാരങ്ങൾ എന്ന് പറയുമ്പം ഏതൊരു മതാനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയാൽ അത് പിന്നെ ഭയങ്കരമായ ക്രിമിനൽ കുറ്റമാണ്. ആദ്യം മനസ്സിലാക്കുക. കാരണം ഇവിടെ പിന്നെ ജാതിയും മതവും ഒക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ശ്രദ്ധ പുലർത്തുന്ന ഒരു നാടാണ്. അപ്പോൾ എന്തിനാണ് ഈ റീൽസൊക്കെ ഇടാൻ വേണ്ടി ഗുരുവായൂർ പോലൊരു ക്ഷേത്രത്തിൽ അത്രയ്ക്കും ഗുരുവായൂർ അമ്പലത്തിനെയൊക്കെ വിലയില്ലാതെ കാണിക്കുന്നു എന്നുള്ളതൊക്കെ കാണുമ്പോൾ എനിക്കറിയത്തില്ല ഈ കൊച്ചു എന്തുകൊണ്ട്, ആരാണ് ഇതിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചതെന്ന്. കാരണം ജാസ്മിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഷോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളത് കളഞ്ഞു. ജാസ്മിൻ എനിക്ക് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. അവൾ സ്വന്തം നിലയിൽ വളരെ പാവപ്പെട്ട ഒരു മീൻ കച്ചവടക്കാരനായ ഒരു അച്ഛൻ്റെ ഒരു മകളായിട്ട് ജനിച്ചിട്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ജീവിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിത മാർഗം കണ്ടെത്തി കുടുംബത്തിനെയും രക്ഷപ്പെടുത്തി അങ്ങനെ ബിഗ് ബോസിൽ വന്ന് അങ്ങനെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. പിന്നെ ബിഗ് ബോസിൽ ചെന്നിട്ട് മനുഷ്യനല്ലേ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ യൂട്യൂബേഴ്സ്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് പറയാതിരിക്കാനും പറ്റില്ല. നമ്മളെ എല്ലാവരുടെയും ഇപ്പം എൻ്റേന്നല്ല വേറെ എല്ലാവരുടെയും വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഉറപ്പായിട്ടും പറയും. അതെല്ലാം സംഭവം തിരിച്ചിറങ്ങിയപ്പോൾ എല്ലാവരും അത് കളഞ്ഞു. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ ചെയ്ത് 30 ലക്ഷം ആൾക്കാരോടും കണ്ട ഒരു റീൽസ് എന്ന്. അയ്യോ, ഗുരുവായൂർ അമ്പലത്തിൽ കാല് കഴുകുന്നതും കുളത്തിൻ്റെ പിന്നെ പത്മതീർത്ഥ കുളത്തിൻ്റെ പടികൾ ചാടി കയറുന്നതും ഒക്കെ അങ്ങനെ ഭയങ്കര അലിഗേഷൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇനി അത് റിമൂവ് ചെയ്തെന്ന് അറിയത്തില്ല. എല്ലാവരും അതിൻ്റെ ഷോർട്ട് സ്ക്രീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ഈ ദേവസ്വം ബോർഡ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത് പിന്നെ പരാതി കൊടുത്തു. അപ്പോൾ അത് എന്തായാലും കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതിനൊക്കെ റെനീഷ റഹ്മാൻ ഉണ്ടല്ലോ, ഇപ്പം ഈ ബിഗ് ബോസിൻ്റെ ഇതായിട്ട് വന്ന് റെനീഷ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. റെനീഷയുടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല, അതും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇങ്ങനെ വലിയ ബിഗ് പ്രോബ്ലംസ് വരാൻ ഇനി കാത്തിരിക്കുന്നു. കഴിഞ്ഞ സീസണിലെ ആൾക്കാരാണ് അവർ, കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യത്തെയൊക്കെ സീസണിലെ ആൾക്കാരാണ്, 5ലെയും 6ലെയും ആൾക്കാരാണ് കേട്ടോ.
ഓക്കെ. അപ്പം എന്തായാലും ഇതൊക്കെ ആയിരിക്കും ലാലേട്ടൻ നമ്മുടെ ഈ എപ്പിസോഡുകളിൽ ചോദിക്കുക. പിന്നെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഈ എവിക്ഷനിൽ ആരൊക്കെ നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണാതെ തന്നെ പറയും. നമ്മുടെ ആനിമോളുണ്ട്, ഷാനവാസ് ഉണ്ട്, ഷാനവാസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പാനിയുണ്ട്, ബക്ബറുണ്ട്, പിന്നെ 5 പിന്നെ ഷാരികയുണ്ട്, 6 റെന ഫാത്തിമയുണ്ട്, 7 നമ്മുടെ ശൈത്യമുണ്ട്, 8 നമ്മുടെ പിന്നെ സരികയുണ്ട്. 9ാമത്തെ ആരായിരുന്നു? ആരും ഒരാളും കൂടെ 9 പേരുണ്ടല്ലോ. അയ്യോ, ആരും ഞാൻ ഒരാളെ വിട്ടുപോയി കേട്ടോ. സോറി, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ആരെയും ഒരാളെ ഞാൻ വിട്ടുപോയി. എന്തായാലും ലാസ്റ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ സരികയാവാനാണ്. ഒനിയലുണ്ട്. 9ാമത്തെ ഒനിയൽ. 9ാമത്തെ അല്ല, ഞാൻ നമ്പർ പറഞ്ഞേ. അപ്പോൾ ഇപ്പോൾ 9ാമതായിട്ട് വന്ന് നിൽക്കുന്നത് സരികയാണ് എന്നുള്ളതാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് റിപ്പോർട്ട്. സരികയാണ് 9ാമതായിട്ട് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ 8ാമതായിട്ട് വന്ന് നിൽക്കുന്ന ഷാരികയാണ്. ഷാരികയും ശൈത്യയും വളരെ കുറച്ച് വോട്ടുകളുടെ വ്യത്യാസമുള്ളൂ, നേരിയ ഒരു വോട്ടുകളുടെ വ്യത്യാസം. 8ാമത് ചിലപ്പോൾ ഷാരികയാവാം, ചിലപ്പോൾ 8ാമത് ശൈത്യയാവാം. ആര് തന്നെയായാലും ഇവർ രണ്ടുപേരും ഒന്നിൽ ഷാരിക ഓർ ശൈത്യ. പിന്നെ സരിക ഉറപ്പായിട്ട് സരിക പുറത്താവും ഈ ആഴ്ച, അതെനിക്ക് ഉറപ്പാണ്. സരികയായിരിക്കും ഈ വർഷം, കലാഭവൻ സരികയാണ് ഈ പ്രാവശ്യം പുറത്താകുക. പിന്നെ 2 പേരെ പുറത്താകണമെങ്കിൽ ഒന്നിൽ ഷാരിക പോവും, അല്ലെങ്കിൽ ശൈത്യ പോവും. ഇവരിൽ ആരെങ്കിലും ഈ ഒരു ഇന്ന് 2 പേര് പോവുകയാണെങ്കിൽ ഇവരാരെങ്കിലും ആയിരിക്കും പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഇതാണ് പറയുന്നത്, എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു പിന്നെ അസംഷനാണ് പറയുന്നത്, ഊഹമാണ്. ഈ വോട്ടിംഗ് അനുസരിച്ച്, അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് അനുസരിച്ച് പറയുന്നേ ഉള്ളൂ. ഇത് കറക്റ്റ് ആവണമെന്നില്ല. എന്നാലും നമ്മൾ വോട്ടിംഗ് നോക്കുമ്പോൾ അവിടുത്തെ പെർഫോമൻസ് നോക്കുമ്പോഴും ഈ ഒരു ഇതാണ്. പക്ഷേ ഒനിയലായിരുന്നു പോകേണ്ടതെന്നുള്ളതായിരുന്നു എനിക്ക് അഭിപ്രായം. കാരണം ഒനിയൽ ഒരു കളിയും കളിക്കുന്നില്ല. ഒനിയലിനെ പുറത്താക്കിയിട്ട് ഷാരിക അവിടെ നിർത്തണമായിരുന്നു, ഷാരികയും ശൈത്യം. സരികയും ഒനിയലും ആയിരുന്നു പോകേണ്ടതെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡിൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പിന്നെ അത് കണക്ക് പിന്നെ ഈ നിവിൻ്റെയൊക്കെ കാര്യം, നിവിനെ പിന്നെന്താ ഓഡിയൻസ് തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ബാക്കിയുള്ള ഹൗസിൻ്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ലാലേട്ടൻ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ചോദിക്കുന്ന ആ പണിപ്പുര ടാസ്കിൻ്റെ കാര്യം ചോദിക്കും. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ജിസേലിൻ്റെ ഈ റൂൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഒന്നും കൂടി എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, കാപ്പിപ്പൊടി വിഷയം. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പിസോഡിൽ ചോദിക്കും. പിന്നെ എവിക്ഷനും ആയിരിക്കും എപ്പിസോഡിൽ, ഇന്നും നാളെയും നടക്കാൻ പോകുന്ന എപ്പിസോഡിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഉറപ്പായിട്ടും എപ്പിസോഡ് കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അതിന് മുമ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും.